നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിഡോ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടെ ദ്വീപിലാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നത്. കഴിഞ്ഞ 90 വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റ്. ഔദ്യോഗിക സ്ഥിരീകരണം 11 പേർ മരിച്ചു എന്നാണ്. എന്നാൽ 100 കണക്കിന് പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിഡോ ചുഴലിക്കാറ്റ് ദ്വീപ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ തകർന്നു. മരങ്ങൾ പിഴുതെറിയപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുള്ള ദ്വീപിനെ സംബന്ധിച്ച് ചുഴലിക്കാറ്റുണ്ടാക്കിയ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഭയങ്കര വലുതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുള്ള ദ്വീപാണിത്. അവരെ സംബന്ധിച്ച് ഈ ചുഴലിക്കാറ്റുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. മൊസാംബിക്കിന്റെയും മഡഗാസ്കറിന്റെയും തീരങ്ങൾക്കിടയിലുള്ള ഈ ദ്വീപിലേക്ക് രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി. വിമാനത്താവളം ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെ ചുഴലിക്കാറ്റ് വലിയ രീതിയിൽ ബാധിച്ചു. വൈദ്യുതി വിതരണത്തിലെ തടസ്സവും രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ദ്വീപ സമൂഹത്തിന്റെ അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരുമെന്നാണ്. മരണസംഖ്യ 1000 എത്താനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നും അധികൃതർ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, പരിക്കേറ്റവരുടെ എണ്ണവും കൂടുകയാണ്. കൊടുങ്കാറ്റ് ദ്വീപ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള നാശമാണ് വിതച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിന് പിന്തുണയുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭയാനകമായ സാഹചര്യത്തിൽ യൂറോപ്പ് മയോട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതായും സഹായം നൽകാൻ തങ്ങൾ സന്നദ്ധമാണെന്നും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്ൻ എക്സിൽ കുറിച്ചു. മണിക്കൂറിൽ 226 കിലോമീറ്റർ, അതായത് 140 മൈൽ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. മയോട്ടിലെ നിവാസികൾ ഒരു 3,20,000-ഓളം വരും. അവർക്ക് ലോക്ക്ഡൌൺ ഉത്തരവിട്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി ബ്രൂണോ റീറ്റയിലോ തിങ്കളാഴ്ച മയോട്ടിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. സൈനികരും അഗ്നിശമന സേനാംഗങ്ങളും ദ്വീപിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തും. പ്രദേശത്തുകൂടി മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. വീടുകൾ, സർക്കാർ കെട്ടിടങ്ങൾ, ആശുപത്രി എന്നിവയ്ക്ക് കേടുപാടുകൾ വന്നതായിട്ടാണ് അധികൃതർ അറിയിക്കുന്നത്. പാരീസിൽ നിന്ന് ഏകദേശം 8000 കിലോമീറ്റർ, അതായത് 4970 മൈൽ അകലെ മഡഗാസ്കറിനും മൊസാംബിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് മയോട്ടെ. ഫ്രാൻസിന്റെ ഭാഗമാണെങ്കിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദരിദ്രമായ ഒരു സ്ഥലമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.